ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 17 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ ഹോളിവുഡ് സിനിമയാണ് ദി ഒഡീസി. ക്രിസ്റ്റഫർ നോളൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 1,32,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തത്. ഇന്നലെ രണ്ടാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ 1,60,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ 2,92,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. 2 ദിവസം കൊണ്ട് 9,67,00,000 രൂപയാണ് മഹാരാഷ്ട്ര കളക്ഷൻ. രണ്ടാമത് കർണാടകയാണ്. കർണാടകയിൽ 2 ദിവസം കൊണ്ട് 8,05,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 5,17,00,000, ആന്ധ്രയിൽ 2,18,00,000, വെസ്റ്റ് ബംഗാളിൽ 1,49,00,000, ഗുജറാത്തിൽ 2,10,00,000, ദില്ലിയിൽ 6,78,00,000 എന്നിങ്ങനെ ഇന്ത്യയിൽ നിന്ന് 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 49,18,00,000 രൂപയാണ്. ഇവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി മാത്രം കിട്ടിയിരിക്കുന്നത് 22,25,00,000 രൂപയുമാണ്. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് $72.9 മില്യൺ ആണ്. ജൂലൈ 16 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് വരവ്. ജോജു ജോർജ് നായകനായി AK സാജന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ, ബൈജു, അസീസ് നെടുമങ്ങാട്, സുകന്യ, സാനിയ അയ്യപ്പൻ, വീണ നായർ, മുരളി ഗോപി, വാണി വിശ്വനാഥ്, അഭിമന്യു തിലകൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,23,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ 11 ലക്ഷം, തമിഴ്നാട്ടിൽ 4,60,000, മറ്റ് സംസ്ഥാനങ്ങളിൽ 1,50,000 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 3,40,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 4,41,00,000 രൂപയാണ്. പുനീത് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 17 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത സിനിമയാണ് അച്യുതാവതാരം. മാളവിക നന്ദൻ, അവിനാശ്, സീമാജി നായർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 2 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 17,80,000 രൂപയാണ്. കർണാടകയിൽ 5,20,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കർണാടക കേരള കളക്ഷനായി ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത് 23,00,000 രൂപയാണ്. പാരി ഇലവഴകൻ സംവിധാനം ചെയ്ത് ജൂലൈ 17 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് അൻപേ ഡയാന. പാരി ഇലവഴകൻ, രമ്യ രംഗനാഥൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. കേരളത്തിൽ 2 ദിവസം കൊണ്ട് ഈ സിനിമ 1,57,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 1,40,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 1,55,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1,70,00,000 രൂപയുമാണ്. ജൂലൈ 17 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത മറ്റൊരു തമിഴ് സിനിമയാണ് അരുൾ 1. ഗണേഷ് വിനായകൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അരുൾനദി, ആരവ്, കൃതിക എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം 2 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 47,00,000 രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2,50,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി 49,50,000 രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. രാഹുൽ മേം തേരെ റുബാരു എന്ന ഹിന്ദി സിനിമയും ജൂലൈ 17 തിരഞ്ഞെടുത്തിരുന്നു. ഈ സിനിമ വെള്ളിയാഴ്ച 1,10,000 രൂപയും ഇന്നലെ ശനിയാഴ്ച 80,000 രൂപയും മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം 1,90,000 രൂപ മാത്രമാണ് 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈ 10 തിരഞ്ഞെടുത്തിയ കന്നഡ സിനിമയാണ് മദർ പ്രോമിസ്. ഈ സിനിമയുടെ 9 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഈ സിനിമ കർണാടകയിൽ നിന്ന് 9 ദിവസം കൊണ്ട് 2,65,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 3 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് നിലവിൽ ഷെയറായി കിട്ടിയിരിക്കുന്നത് 1,29,00,000 രൂപയാണ്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഈ സിനിമ ഇന്നലെ ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 12,40,00,000 രൂപയാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് 137,61,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് $1.91 മില്യൺ ആണ്. അതായത് 18,40,00,000 രൂപ. ഇന്നലെ വരെയുള്ള 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 156,01,00,000 രൂപയാണ്. 81 കോടി തിയേറ്റർ റൈറ്റ്സ് ഉള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി 73 കോടി രൂപ നിലവിൽ കിട്ടിയിട്ടുണ്ട്. തളപതി വിജയ് നായകനായി H. വിനോദ് സംവിധാനം ചെയ്ത് ജൂലൈ 21 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് തമിഴ്നാട്ടിലും ഹിന്ദി ബെൽറ്റിലും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ 2.5 മണിക്കൂറിൽ തന്നെ 1 കോടി പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. 4.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ 1,30,00,000 രൂപയും ഇന്ന് രാവിലെയോടെ 1,50,00,000 റേഞ്ചിലുമാണ് കേരള പ്രീസെയിൽ എത്തി നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ 1,70,00,000 മുകളിൽ ഈ സിനിമ പ്രീസെയിൽ നേടിയെടുത്തിട്ടുണ്ട്. തമിഴ്നാട് പ്രീസെയിൽ 1,20,00,000 റേഞ്ചിലും കർണാടകയിൽ 3 കോടിക്ക് മുകളിലുമാണ് അഡ്വാൻസ് ബുക്കിംഗ് നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.